നാം ഓരോരുത്തരും നമ്മളുടെ സൊസൈറ്റിയിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാനായി സാധിക്കും. ഒരു കൂട്ടം ആളുകൾ തലമുറകളായി സമ്പന്നരായി തുടരുമ്പോൾ മറ്റൊരു വലിയ കൂട്ടം ആളുകൾ ഇതിൻ്റെ വിപരീത ദിശയിൽ തലമുറകളായി ദരിദ്രരായി കഴിയുന്നത്. എന്തായിരിക്കും നമ്മളുടെ സൊസൈറ്റിയിലെ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള ഈ വലിയ അന്തരത്തിന് കാരണം? ഒരാളെ സമ്പന്നനോ ദരിദ്രനോ ആക്കുന്നത് അവരുടെ തന്നെ ഉള്ളിലുള്ള ചെറിയ ചില വ്യത്യാസങ്ങളാണ്. ആക്ച്വലി സമ്പന്നനായി തീരാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവരും അവരവരുടെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും നീക്കിവെക്കുന്നത് ഈ സമ്പത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ എല്ലാവർക്കും അതിന് സാധിക്കാറില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മണി കാൺട്ട് ബൈ ഹാപ്പിനെസ് എന്ന്. ശരിയാണ്, പണത്തിന് നേരിട്ട് സന്തോഷത്തെ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ കഴിയില്ല. പക്ഷെ പണത്തിന് നിങ്ങൾക്ക് സന്തോഷം പകരുന്ന പലതിനെയും നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു സാധനവും നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ അതിന് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ഥലത്തേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനും അതിന് സാധിക്കും. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ പണം നിങ്ങളെ പ്രാപ്തനാക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എത്രയൊക്കെ തത്വങ്ങൾ പറഞ്ഞാലും നന്നായി ജീവിക്കാൻ പണം ആവശ്യമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഫൈനാൻഷ്യൽ ജേണിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ 3 വഴികളാണുള്ളത്. ഏതൊക്കെയാണ് ആ വഴികളെന്നും ഇതിൽ ഏത് വഴി ചൂസ് ചെയ്താലാണ് എളുപ്പത്തിൽ പണക്കാരനാകാൻ സാധിക്കുകയെന്നും അറിയാനായി ദയവായി ഈ വീഡിയോ മുഴുവനായി കാണുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതിൽ ആദ്യത്തെ വഴി എന്ന് പറയുന്നത് സൈഡ് വാക്ക് എന്നറിയപ്പെടുന്നു. ഈ വഴി ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരു തരത്തിലും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ബോധേഡ് ആയിരിക്കില്ല. അവരെപ്പോഴും ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ നോക്കാം എന്ന് കരുതി ജീവിക്കുന്നവരാകും. അവരൊരിക്കലും ഒരു തരത്തിലുമുള്ള ലോങ് ടേം ഫൈനാൻഷ്യൽ ഗോൾസും സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. അവർക്കെപ്പോഴും അവരുടെ സാലറി മാത്രമായിരിക്കും ഏക ആശ്രയം. സാലറി വന്ന ഉടനെ അത് എങ്ങോട്ട് പോയി എന്ന് അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തത്ര വേഗത്തിൽ അത് അവരുടെ കയ്യിൽ നിന്നും ചിലവായി പോവുകയും ചെയ്യും. എന്തെങ്കിലും കാരണത്താൽ സാലറി വൈകിപ്പോയാൽ അത് അവരുടെ നോർമൽ ലൈഫിനെ വളരെ മോശമായി തന്നെ ബാധിക്കും. കാരണം ഇവർക്ക് ഇൻകത്തേക്കാൾ കൂടുതലായി എക്സ്പെൻസുകളാണ് ഉണ്ടാവുക. ബിക്കോസ് അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹൈ ആയിരിക്കും. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് വാങ്ങിക്കാൻ ഇവർ തിടുക്കം കാണിക്കും. കയ്യിൽ കാശില്ലെങ്കിൽ EMIയിൽ ഇട്ടിട്ടാണെങ്കിലും അവരത് വാങ്ങിക്കും. ബിക്കോസ് അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അതിനപ്പുറം പണം സേവ് ചെയ്യണമെന്നോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരായിരിക്കില്ല. ഇതിൻ്റെ എല്ലാം കാരണം പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി അവർക്കില്ലാത്തതാണ്. സൈഡ് വാക്കേഴ്സ് കരുതുന്നത് സമ്പന്നരായിട്ടുള്ള വ്യക്തികളെല്ലാം വെറും ഭാഗ്യം കൊണ്ട് അങ്ങനെ ആയി തീർന്നവരാണ് എന്നാണ്. അതുകൊണ്ട് അവരും ഭാഗ്യപരീക്ഷണങ്ങളെല്ലാം നടത്തി എളുപ്പത്തിൽ പണക്കാരനാകാൻ ശ്രമിക്കും. അതായത് ലോട്ടറികളിലും മറ്റും അനാവശ്യമായി പണം ചിലവാക്കും. നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇനി പറയുന്ന 3 F's കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിലെ ആദ്യത്തെ F സൂചിപ്പിക്കുന്നത് എന്താണെന്നാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും ഹാപ്പിയാക്കി വെച്ചാൽ നിങ്ങൾക്കും ഹാപ്പിയായി മാറാനാകും. രണ്ടാമത്തെ F മീൻസ് ഫിറ്റ്നസ്. എത്ര തന്നെ പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാലും ആരോഗ്യമില്ലെങ്കിൽ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ കോടികൾ ഉണ്ടെങ്കിലും അസുഖബാധിതനായി കിടപ്പിലാണ് നിങ്ങളെങ്കിൽ ആ പണം കൊണ്ടുള്ള സൗഭാഗ്യങ്ങളെയൊന്നും എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോ ഫിറ്റ്നസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ F മീൻസ് ഫ്രീഡം. എന്നാൽ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്രീഡം അല്ല. ഒരു വ്യക്തിക്ക് അയാൾ ആഗ്രഹിക്കുന്ന എന്തും വാങ്ങാനും അയാൾക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ യാത്ര ചെയ്യാനും അയാളെ അനുവദിക്കുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം. ഇനി പറയൂ, ഈ 3 Fകളും നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? ആർക്കാണ് അവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും എപ്പോഴും ഹാപ്പിയാക്കി വെക്കാൻ സാധിക്കുക? ആർക്കാണ് ഏറ്റവും നന്നായി തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുക? ആർക്കാണ് താൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനും അനുഭവിക്കാനുമുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക? ആഴ്ചയിൽ 5-6 ദിവസം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ കഷ്ടപ്പെടുന്ന ഒരു എംപ്ലോയിക്കോ അതോ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തതുകൊണ്ട് അവരുടെ ലൈഫിലെ ടൈം അവർ ആഗ്രഹിക്കുന്നത് പോലെ സ്പെൻഡ് ചെയ്യാനാകുന്ന ഒരു ബിസിനസ് മാനോ? തീർച്ചയായും പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല ധാരണയുള്ള ഒരു ബിസിനസ് മാൻ ആയിരിക്കും ഈ 3 Fകളും നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്. ആയതിനാൽ നിങ്ങളും ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. എന്നാൽ ഒരിക്കലും സൈഡ് വാക്ക് എന്ന ഈ ആദ്യത്തെ വഴിയാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേണിയിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു റിച്ച് പേഴ്സൺ ആകാനോ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനോ സാധിക്കില്ല. രണ്ടാമത്തെ വഴി സ്ലോ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. മെജോറിറ്റി മിഡിൽ ക്ലാസ് വ്യക്തികളും ഈ വഴി സ്വീകരിച്ചിട്ടുള്ളവരാകും. ഇവർ തങ്ങളുടെ സമയത്തേക്കാളേറെ പണത്തിന് മുൻതൂക്കം നൽകുന്നവരാകും. അവരവരുടെ വരുമാനത്തിൽ ഒരു നിശ്ചിത തുക എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നാളത്തേക്കായി നീക്കിവെക്കും. ഷോപ്പിംഗ് മാളുകളിലും മറ്റും എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറൊക്കെ വന്നു എന്നറിഞ്ഞാൽ 5 രൂപ ലാഭിക്കാനായി 2 മണിക്കൂർ വരി നിന്നിട്ടാണെങ്കിലും അത് വാങ്ങിച്ചെടുക്കാൻ അവർ തിടുക്കം കാണിക്കും. ഇവരും സൈഡ് വാക്കേഴ്സിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് സാലറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാവും. എന്നാൽ ഇവർ സൈഡ് വാക്കേഴ്സിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും.
സൈഡ് വാക്കേഴ്സിനെ അപേക്ഷിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തയുള്ളവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും നാളത്തേക്കായി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരായിരിക്കും ഇവർ. അതൊരു പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഗോൾഡ്, മ്യൂച്വൽ ഫണ്ട്സ് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിലാകാം. സ്ലോ ലൈനിലുള്ളവർ സൈഡ് വാക്കേഴ്സിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് എന്ന് പറഞ്ഞെങ്കിലും ഇതൊരു ബെസ്റ്റ് വഴിയല്ല. കാരണം ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു സ്ലോ ആയ പാതയാണ്. ഈ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റിച്ചായി മാറാൻ സാധിക്കും. പക്ഷേ അത് നിങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കും എന്ന് മാത്രം. ആ ഒരു സമയത്ത് നിങ്ങൾ റിച്ചായി മാറിയാലും നിങ്ങൾക്ക് ആ സമ്പത്ത് അനുഭവിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം എന്നില്ല. ഒരു കിടിലൻ സ്പോർട്സ് കാർ നിങ്ങളുടെ 30ാമത്തെ വയസ്സിൽ ഓടിക്കാനാണോ അതോ നിങ്ങളുടെ 60ാമത്തെ വയസ്സിൽ ഓടിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുക? ചെറുപ്പമായിരിക്കുമ്പോൾ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനാണോ അതോ വയസ്സായി നടക്കാൻ പോലും കഷ്ടപ്പെടുന്ന പ്രായത്തിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുക? സോ സമ്പത്ത് കൈവരിക്കണം എന്നത് മാത്രമല്ല, അത് ശരിയായ സമയത്ത് കൈവരിക്കണം എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോ ലൈനിലുള്ളവർ തീർച്ചയായും ഒരു നാൾ റിച്ചായി മാറുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ അതിനായി അവർ ഏറെക്കാലം ചിലവ് ചുരുക്കി ജീവിച്ചും നിരന്തരം ഇൻവെസ്റ്റ് ചെയ്തും കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നാൽ ഇതിന് രണ്ടിനും പുറമെ ഇനി മൂന്നാമതൊരു വഴി കൂടിയുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിടയിൽ ഈ വഴി ചൂസ് ചെയ്തിട്ടുള്ളവർ വെറും 10% പേർ മാത്രമായിരിക്കും. അതിനാൽ തന്നെ അവർ വളരെ ചെറിയ പ്രായത്തിൽ റിച്ചായി തന്നെ മാറിയിട്ടുണ്ടാകും. നിങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ സക്സസ്ഫുൾ ആകണം, റിച്ച് ആകണം എന്നൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതും ഈ വഴി തന്നെയാണ്. ഇതാണ് ഫാസ്റ്റ് ലൈൻ. ഫാസ്റ്റ് ലൈനിൽ ഉള്ളവരെപ്പോഴും അവരുടെ സമയത്തിന് പണത്തേക്കാളേറെ വില നൽകുന്നവരാണ്. അവരെപ്പോഴും എങ്ങനെ ചിലവ് കുറച്ച് കൂടുതൽ പണം സേവ് ചെയ്യാമെന്ന് ചിന്തിക്കാതെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവരാകും. സൈഡ് വാക്കിലുള്ളവരും സ്ലോ ലൈനിലുള്ളവരും അവരുടെ പഠനം സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കഴിയുന്നതോടെ അവസാനിപ്പിക്കുമ്പോൾ ഫാസ്റ്റ് ലൈനിലുള്ളവർ അവരുടെ പഠനം എന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി സൈഡ് വാക്കിലുള്ളവരും സ്ലോ ലൈനിലുള്ളവരും കോളേജിന് ശേഷവും എന്തെങ്കിലും പഠിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അതൊരു പക്ഷേ ഒരു പ്രൊമോഷൻ നേടിയെടുക്കാനോ അല്ലെങ്കിൽ അവർ ആദ്യമേ പഠിച്ച ഡിഗ്രിയിൽ മാസ്റ്റേഴ്സ് എടുക്കുന്നതിനോ ആയിരിക്കും. കാരണം അപ്പോൾ മാത്രമേ അവർക്ക് ഒരു മാസം കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നവരായി തീരാനൊക്കൂ. എന്നാൽ ഫാസ്റ്റ് ലൈനിലുള്ളവർ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നത് കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാനും തങ്ങളെ തന്നെ സ്വയം ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയാകും. ബിക്കോസ് അവർക്കറിയാം ഫ്യൂച്ചറിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് തങ്ങളിൽ തന്നെയാണെന്ന്. അതുകൊണ്ട് അവർ കൂടുതൽ അറിവും കഴിവും വർദ്ധിപ്പിക്കുകയും പണത്തെ തങ്ങൾക്ക് പിറകെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് മറ്റുള്ളവർ അവരുടെ സമയത്തെ പണവുമായി എക്സ്ചേഞ്ച് ചെയ്ത് ജീവിക്കുമ്പോൾ ഇവർ അതിൽ നിന്നും വിട്ട് അവർ പണിയെടുക്കാതിരിക്കുമ്പോഴും അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന വിദ്യയെ ഫോളോ ചെയ്യുന്നു. എക്സാമ്പിളായി നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരാം. ആദ്യത്തേത് നിങ്ങൾക്ക് ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ട് വർക്കർ ആകാം. രണ്ടാമത്തേത് മാസം 6 അക്ക ശമ്പളം വാങ്ങിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. നിങ്ങളിതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? തീർച്ചയായും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന ഓപ്ഷൻ തന്നെയാവും അല്ലേ? പക്ഷേ അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സമയത്തെ പണവുമായി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു ദിവസം 9 മണിക്കൂർ ചെയ്യുന്ന ആ ജോലിക്കുള്ള പ്രതിഫലം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ ജോലി ചെയ്യാൻ കഴിയാതെ വന്നാൽ തീർച്ചയായും അത് നിങ്ങളുടെ വരുമാനത്തെ ബാധിക്കും. ഇനി ഫാസ്റ്റ് ലൈനിലുള്ളവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ ആദ്യത്തെ കുറച്ച് വർഷം അവർ സൈഡ് വാക്കേഴ്സിനേക്കാളും സ്ലോ ലൈനിലുള്ളവരെക്കാളും കുറച്ചധികം സമയം അവരുടെ ആ പ്രവൃത്തിയിൽ അവർക്ക് ചിലവഴിക്കേണ്ടി വരും. എന്നാൽ കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുന്നതോടെ എപ്പോൾ വേണമെങ്കിലും അവധിയെടുക്കാനും എവിടേക്ക് വേണമെങ്കിലും പോകാനും ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനും അവർക്ക് സാധിക്കും. കാരണം അവരൊരിക്കലും മറ്റുള്ളവരെ പോലെ അവരുടെ സമയത്തെയും അധ്വാനത്തെയും മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്വന്തം ലൈഫിന് മേലുള്ള കൺട്രോൾ ഫാസ്റ്റ് ലൈനിലുള്ളവർക്ക് കൂടുതലാകും. ഉദാഹരണത്തിന് നിങ്ങളൊരു കമ്പനിയിലെ എംപ്ലോയി ആണെന്ന് കരുതുക. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് ചെന്ന്, ബോസ്, ഞാൻ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് ബോസ്, ഒരു ദിവസം 10-12 മണിക്കൂറൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ബോസ്, ദയവ് ചെയ്ത് എൻ്റെ സാലറി ഒന്ന് 2 ടൈംസ് ഉയർത്തി തരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോസ്, ഓക്കെ മോനെ, നീ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഇതാ നാളെ മുതൽ നിൻ്റെ സാലറി 2 ടൈംസ് അല്ല 5 ടൈംസ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുമോ? ഒരിക്കലുമില്ല. എന്നാൽ ഫാസ്റ്റ് ലൈനിലുള്ള ഒരു ബിസിനസ്സുകാരന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സിസ്റ്റം ഉപയോഗിച്ച് തൻ്റെ വരുമാനം എത്ര വേണമെങ്കിലും ഉയർത്താനായി സാധിക്കും. ബിക്കോസ് അതിനുള്ള കൺട്രോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇതൊരിക്കലും വളരെയധികം എളുപ്പത്തിൽ നടക്കുന്ന ഒന്നല്ല. ഇതിനായി സൈഡ് വാക്കേഴ്സിനേക്കാളും സ്ലോ ലൈനിലുള്ളവരെക്കാളും ഡെഡിക്കേഷനും പേഷ്യൻസും ഹാർഡ് വർക്കും ഫാസ്റ്റ് ലൈനിലുള്ളവർക്ക് ആവശ്യമാണ്. പക്ഷേ ഇവർ തങ്ങളുടെ ഹാർഡ് വർക്ക് മറ്റുള്ളവരെ പോലെ തെറ്റായ ഡയറക്ഷനിലല്ല ഉപയോഗപ്പെടുത്തുന്നത്. അത് ശരിയായ പാതയിൽ തന്നെയാണ്. അതിനാൽ തന്നെ വിജയവും ഉറപ്പാണ്. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ റോബർട്ടും റിച്ചാർഡും അടുത്തടുത്ത ഗ്രാമങ്ങളിൽ താമസിക്കുന്ന 2 വ്യക്തികളായിരുന്നു. ഇരുവരുടെയും ഗ്രാമങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായിരുന്നു. തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പുറത്തുനിന്ന് വെള്ളമെത്തിച്ച് ഗ്രാമവാസികൾക്ക് വിറ്റാൽ അതിൽ നിന്നും വരുമാനം സമ്പാദിക്കാമെന്ന് ഇരുവരും കണക്ക് കൂട്ടുന്നു. ഇതിൽ റോബർട്ട് സ്ലോ ലൈനിലുള്ള വ്യക്തികളുടെ മനോഭാവമുള്ള ഒരുവനായിരുന്നു. അയാൾ കുറച്ച് ദൂരെയുള്ള ഒരു പുഴയിൽ നിന്നും ദിവസവും വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് ഗ്രാമവാസികൾക്ക് നൽകി അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ റിച്ചാർഡ് ഫാസ്റ്റ് ലൈനിലുള്ള വ്യക്തികളുടെ മനോഭാവമുള്ള ഒരാളായിരുന്നു.
റിച്ചാർഡും റോബർട്ടിനെ പോലെ കുറച്ചകലെയുള്ള ഒരു പുഴയിൽ നിന്നും ഗ്രാമത്തിലേക്ക് വെള്ളം എത്തിക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അതിനായി റിച്ചാർഡ് സ്വീകരിച്ചത് റോബർട്ടിൻ്റെ വഴിയല്ല. അയാൾ ആദ്യം കുറച്ച് ദിവസം സമയമെടുത്ത് പുഴയിൽ നിന്നും അയാളുടെ ഗ്രാമത്തിലേക്ക് ഒരു പൈപ്പ് ലൈൻ നിർമ്മിച്ചു. എന്നിട്ട് അതുവഴി ദിവസവും തൻ്റെ ഗ്രാമവാസികൾക്ക് വെള്ളം എത്തിച്ചു കൊടുത്തു. അതിൽ നിന്ന് അയാൾക്ക് വരുമാനവും ലഭിച്ചു. പെട്ടെന്നൊരു ദിവസം റോബർട്ട് അസുഖബാധിതനായി കിടപ്പിലാകുന്നു. അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയാകുന്നു. ഇതോടെ റോബർട്ടിൻ്റെ വരുമാനവും നിലയ്ക്കുന്നു. ഇതുപോലെ മറ്റൊരു ദിവസം റിച്ചാർഡും അസുഖബാധിതനായി കിടപ്പിലാകുന്നു. പക്ഷേ റിച്ചാർഡിൻ്റെ വരുമാനം നിലയ്ക്കുന്നില്ല. കാരണം റിച്ചാർഡിൻ്റെ ആബ്സെൻസിലും റിച്ചാർഡ് മുമ്പ് ചെയ്തു വെച്ച പൈപ്പ് ലൈൻ വഴി ഗ്രാമത്തിലേക്ക് വെള്ളം എത്തിക്കൊണ്ടേയിരുന്നു. അതുവഴി റിച്ചാർഡിൻ്റെ വരുമാനവും കിട്ടിക്കൊണ്ടിരുന്നു. അസുഖമെല്ലാം മാറി റിച്ചാർഡും റോബർട്ടും അവരവരുടെ പ്രവർത്തികളിലേക്ക് മടങ്ങി. റോബർട്ട് പഴയതുപോലെ വീണ്ടും നേരിട്ട് പുഴയിൽ പോയി വെള്ളം കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരുന്നു. എന്നാൽ റിച്ചാർഡ് ജലക്ഷാമമുള്ള മറ്റ് ഗ്രാമങ്ങളിലേക്കെല്ലാം ഇതുപോലെ പൈപ്പ് ലൈൻ നിർമ്മിച്ച് അതുവഴി അവിടേക്കെല്ലാം വെള്ളം എത്തിച്ച് കൂടുതൽ സമ്പാദിച്ചു കൊണ്ടിരുന്നു. ഇതാണ് സ്ലോ ലൈനിലുള്ള ഒരു വ്യക്തിയും ഫാസ്റ്റ് ലൈനിലുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. സ്ലോ ലൈനിലുള്ള ഒരു വ്യക്തി പണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഫാസ്റ്റ് ലൈനിലുള്ള ഒരു വ്യക്തി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണത്തിൻ്റെ ഒരു സ്രോതസ്സിനെ ആദ്യം ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് അതിൽ നിന്നും അവരുടെ ആബ്സെൻസിലും പണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫാസ്റ്റ് ലൈനറായി മാറാമെന്ന് സംശയം തോന്നുക സാധാരണമാണ്. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ജനറലി നമ്മളെല്ലാവരും എപ്പോഴും നമ്മളെപ്പറ്റി മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. എനിക്കൊരുപാട് റിച്ച് ആകണം, എപ്പോഴും ഹാപ്പി ആയിരിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഹീറോയെ പോലെ കാണപ്പെടണം, അങ്ങനെ. പക്ഷേ ഇതുകൊണ്ടൊരിക്കലും മറ്റുള്ളവർക്കോ നമ്മുടെ സൊസൈറ്റിക്കോ പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഒരു ഫാസ്റ്റ് ലൈനറിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള ആഗ്രഹങ്ങൾക്ക് പുറമെ സൊസൈറ്റിക്ക് ഗുണകരമായ എന്തെങ്കിലും ചിലത് കൂടി ഉണ്ടാകും. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഒരു ഓൺട്രപ്രണർക്ക് വളരെ വേഗത്തിൽ വലിയ സമ്പത്ത് സ്വന്തമാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മികച്ച രീതിയിൽ സോൾവ് ചെയ്യുന്നതിലൂടെയാവും. ഉദാഹരണത്തിന്, ഒരു അത്യാവശ്യത്തിന് റോഡിലേക്ക് ഇറങ്ങിയാൽ ഒരു വണ്ടി പോലും കിട്ടാത്ത അവസ്ഥയിൽ ഒരുപാട് പേർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉണ്ടെന്ന ബോധ്യമാണ് യൂബർ എന്ന ഓൺലൈൻ ടാക്സി സർവീസിൻ്റെ ജനനത്തിന് കാരണമാകുന്നത്. ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തെ യൂബർ വളരെ മികച്ച രീതിയിൽ സോൾവ് ചെയ്തതുകൊണ്ട് യൂബറിന് പിന്നെ കസ്റ്റമേഴ്സിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ട ഗതികേട് വന്നിട്ടില്ല. ഇവിടെ യൂബർ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ഒരു ചെറിയ പ്രോബ്ലത്തിൻ്റെ വലിയൊരു സൊല്യൂഷനാണ്. അവർ ഇന്ന് 63 രാജ്യങ്ങളിലേക്ക് അവരുടെ സർവീസിനെ വിപുലപ്പെടുത്തിയപ്പോൾ അവരുടെ ആ സൊല്യൂഷനിലൂടെ അത്രയേറെ ആളുകൾക്ക് ഗുണമുണ്ടാവുകയും അവരുടെ ബിസിനസ് $1 ബില്യൺ സംരംഭമായി മാറുകയും ചെയ്തു. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സമ്പത്ത് നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കൺസ്യൂമർ മെൻറ്റാലിറ്റി വിട്ട് ഒരു പ്രൊഡ്യൂസർ മെൻറ്റാലിറ്റിയിലേക്ക് വരിക. എങ്ങനെ നിങ്ങളുടെ ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഗുണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാമെന്നും ചിന്തിക്കുക. മുമ്പത്തെ കഥയിൽ റിച്ചാർഡ് കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് തൻ്റെ ബിസിനസ് വിപുലപ്പെടുത്തിയതുപോലെ നിങ്ങൾക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തെ എഫക്റ്റീവായി ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ രൂപത്തിൽ സോൾവ് ചെയ്യാൻ സാധിച്ചാൽ പണത്തിനു വേണ്ടി നിങ്ങൾക്കൊരിക്കലും അലയേണ്ടി വരില്ല. പണം താനെ നിങ്ങളെ തേടി വന്നുകൊള്ളും. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും മുമ്പോട്ട് ഒരുപാട് നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്.